ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ ജാസ്മിൻ, ജാഫർ, അതേപോലെ തന്നെ നമ്മുടെ ഗബ്രി, ഈ രണ്ടു പേരെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പോവായ ബിഗ് ബോസിൽ പോയ രണ്ട് ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇവരോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജാസ്മിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ജാസ്മിൻ്റെ ഡ്രസ് സ്റ്റൈല്, അതുപോലെ തന്നെ ജാസ്മിൻ എന്ന ആ വ്യക്തിനോട് കുഴപ്പമൊന്നുമില്ല. കാരണം ബിഗ് ബോസിൽ പോയി വെറുപ്പിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ കുഴപ്പമില്ല, വെറുപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ നടപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്ക് ടൂറ് പോവുക, കാരണം നല്ല ജോഡിയായിരുന്നു കേട്ടോ. ഞാൻ പേഴ്സണലി ഞാൻ പറയാം, എനിക്കിവർ രണ്ടുപേരും ഒരു നല്ലൊരു ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ ഇവർ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ കല്യാണം കഴിക്കണം, ഇവർ ഒരുമിക്കണം എന്നൊക്കെ. ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ രണ്ടും രണ്ട് പാട്ടായിന്ന് തോന്നുന്നു കണ്ടിട്ടോ. കാരണം അത്രയും നല്ല അടുത്ത ആൾക്കാരായിട്ട് ഇപ്പോൾ കണ്ട ഭാഗം കൂടി നടിക്കുന്നില്ല, അതുപോലെ തന്നെ ഒന്നും അറിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാനൊരു വീഡിയോ കാണിച്ചു കേട്ടോ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല ജീവിക്കുന്നത്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. ഈ വീഡിയോ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? കാരണം അത്രയും നല്ല രീതിയിലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാർ. പക്ഷെ ഇപ്പം ഈ ഒരു ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അവർ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? ഷൈനൊക്കെ, അതായത് ഷൈൻ ടോം ചാക്കൊക്കെ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് തന്നെ ആയിരിക്കും. കാരണം അവർ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവർ നല്ലതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയ പോലുമില്ല, അതെന്താണെന്നറിയില്ല. ചിലപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും. പക്ഷെ എന്നാലും ഇത്രയും നല്ല അടുത്ത ആൾക്കാർ അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊരു മോശമായിട്ട് തോന്നി കേട്ടോ. കാര്യം ആരും ഞാൻ എന്തും ആയിക്കോട്ടെ, കണ്ട് സ്ഥലത്ത്, അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് കറങ്ങി അങ്ങനെയൊക്കെ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇഷ്ടമാണ്, അവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒന്നുമല്ല, സിംഗിൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഇതായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം അത് ജാസ്മിനോട് ചെയ്ത ഒരു ഇതായിട്ട് തോന്നുന്നു കേട്ടോ. പ്രശ്നമില്ലാതെ അപ്പം അങ്ങനെ പറയില്ലല്ലോ. ഇവരെ കുറച്ച് വീഡിയോസ് കൂടി കാണാം കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാനൊക്കെ കുറെ പേര് ഒരുപാട് നാൾ നടന്നൊക്കെയാണ്. പക്ഷെ ആ ഡെഫിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ. ഐ എം
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് കേട്ടോ ഈ രണ്ടുപേരും. അപ്പോൾ ഇവർ റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംസാരം കാര്യങ്ങളും. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം കേട്ടോ. അതായത് ജാസ്മിനൊന്നും അറിയും കൂടിയില്ല എന്നൊക്കെ പറയും, ജാസ്മിനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞതാകുമ്പോൾ ഇതിനോട് എനിക്ക് ഇതല്ല കേട്ടോ. കാരണം അത്രയും അവർ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ കണ്ടാൽ. അതായത് ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലൊക്കെ പോയി ടൂറും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കണ്ടതൊന്നും ശരിക്കും റിലേഷൻഷിപ്പാണ്, അല്ലാതെ സിസ്റ്ററാണ് ബ്രദറാണോ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനത്തെ ഇതല്ലെന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ അല്ലാന്ന് തന്നെ ഒരു പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗബ്രി അതായത് ഒഴിഞ്ഞു മാറിയതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ജാസ്മിൻ എന്നാലും നല്ല കുട്ടിയാണ്, ക്യൂട്ടാണ്, നല്ല ഇതാണ്. അപ്പോൾ ജാസ്മിനോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അതായത് എന്തുദ്ദേശിച്ചാണ് അവരങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ചോദിച്ചതെന്നും അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ഗബ്രിക്ക് ഒരു റിലേഷൻഷിപ്പും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളും ഇല്ല, ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലൊന്നും ഇല്ലയെന്ന് നമുക്ക് വിചാരിക്കാം.